സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. കോവിഡ് അഴിമതി സജീവ ചർച്ചയാക്കി വീണ്ടും പ്രതിപക്ഷം ശക്തമായ ആരോപണങ്ങളും വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കോവിഡ് കാലത്ത് PPE കിറ്റ് അടക്കം വാങ്ങിയതിൽ കൊള്ള നടന്നുവെന്ന CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം കോവിഡ് അഴിമതി ചർച്ചയാക്കുന്നത്. CAG റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കോവിഡ് കാലത്ത് ദുരന്തം വിറ്റ് സർക്കാർ കാശാക്കിയെന്നും ചെന്നിത്തല ആരോപിച്ചു. 500 രൂപയുടെ PPE കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങിയാൽ അത് അഴിമതി അല്ലേ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. മുഖ്യമന്ത്രി അറിഞ്ഞാണ് PPE കിറ്റ് വാങ്ങിയതെന്ന് KK ശൈലജ പറയുന്നു. മുഖ്യമന്ത്രി അറിഞ്ഞാൽ അഴിമതിയാകില്ലേ എന്നും ചെന്നിത്തല ചോദിച്ചു. കോവിഡ് കാലത്തെ PPE കിറ്റ് ഇടപാടിൽ ക്രമക്കേടെന്നാണ് CAGയുടെ കണ്ടെത്തൽ. ഇടപാടിൽ 10.23 കോടി രൂപ അധിക ബാധ്യതയുണ്ടാക്കി. പൊതുവിപണിയേക്കാൾ 300% കൂടുതൽ പണം നൽകി PPE കിറ്റ് വാങ്ങിയെന്നും കണ്ടെത്തലുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡ് മഹാമാരി ഉണ്ടായപ്പോൾ PPE കിറ്റ് വാങ്ങിയതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. യൂണിറ്റിന് 500 രൂപയ്ക്ക് PPE കിറ്റ് നൽകാൻ തയ്യാറായ കമ്പനികളെ ഒഴിവാക്കി 800 രൂപ മുതൽ 1550 രൂപ വരെ ക്വാട്ട് ചെയ്ത കമ്പനികളിൽ നിന്നാണ് വാങ്ങിയതെന്നും ഇതുവഴിയാണ് 10.23 കോടി രൂപ അധിക ബാധ്യത ഉണ്ടായതെന്നും റിപ്പോർട്ട് പറയുന്നു. PPE കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് KK ശൈലജ ആരോഗ്യമന്ത്രി ആയിരിക്കെ നടന്ന ഇടപാടിൽ സർക്കാർ വിശദീകരണം നൽകിയെങ്കിലും കണക്ക് നിരത്തി അവ തള്ളിയാണ് CAG അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് 2020 മാർച്ച് 28-ന് അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി സർക്കാരിനെ അറിയിച്ചെന്ന് ബോധ്യപ്പെടുത്തിയതായി CAG വ്യക്തമാക്കുന്നു. ഇവരിൽ നിന്ന് 25,000 PPE കിറ്റ് വാങ്ങാൻ ആദ്യം ഓർഡർ നൽകിയെങ്കിലും 10,000 എണ്ണത്തിനെ പർച്ചേസ് ഓർഡർ നൽകിയുള്ളൂ. 2 ദിവസത്തിന് ശേഷം മാർച്ച് 30-ന് 1000 രൂപ കൂട്ടി 1550 രൂപയ്ക്ക് 15,000 PPE കിറ്റ് മറ്റൊരു കമ്പനിയായ സാൻ ഫാർമയിൽ നിന്ന് വാങ്ങി. 2 ദിവസം കൊണ്ട് അധികമായി നൽകിയത് 1.51 കോടി. മാർച്ച് തുടക്കത്തിൽ 450 രൂപയ്ക്ക് വാങ്ങിയ PPE കിറ്റ് മാർച്ച് മാസം അവസാനം 1550 രൂപയ്ക്കാണ് വാങ്ങിയത്. അതും കുറഞ്ഞ നിരക്കിൽ നൽകാൻ സന്നദ്ധരായ കമ്പനികളെ ഒഴിവാക്കി. സൺഫാർമ മാത്രമല്ല 800 രൂപ മുതൽ 1550 രൂപ വരെ ഉയർന്ന വില ക്വാട്ട് ചെയ്ത കമ്പനികളിൽ നിന്നടക്കം 2.5 ലക്ഷം കിറ്റുകളാണ് ഈ കാലയളവിൽ വാങ്ങിയത്. നിയമസഭയിൽ വെച്ച CAG റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുകൾ ഉള്ളത്. കോവിഡിനെ നേരിടാൻ ആരോഗ്യ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി PPE കിറ്റുകളും N95 മാസ്കുകളും വാങ്ങാൻ KMSCL-ന് സർക്കാർ 2020 മാർച്ചിൽ പ്രത്യേക ഉത്തരവ് നൽകിയിരുന്നു. കൊട്ടേഷൻ ടെൻഡർ ഔപചാരികതകളിൽ നിന്ന് ഇളവും നൽകി. ഇതിന്റെ മറവിലായിരുന്നു പരിധിവിട്ട വാങ്ങൽ. ആവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രണമുണ്ടായിരുന്നതിനാൽ കിറ്റിന്റെ വിപണി വില 545 രൂപയായി സർക്കാർ നിശ്ചയിച്ച കാലത്തായിരുന്നു ഇത്. കോവിഡ് കാല പർച്ചേസിന് മുൻകൂറായി 50% തുക മാത്രമേ നൽകാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചട്ടങ്ങൾ മറികടന്ന് സാൻ ഫാർമ കമ്പനിക്ക് മുഴുവൻ തുകയും നൽകി. യൂണിറ്റിന് 1550 രൂപ നിരക്കിൽ 15,000 കിറ്റുകൾ വാങ്ങുന്നതിന് മൊത്തം തുകയായ 2.32 കോടിയാണ് മുൻകൂറായി നൽകിയത്. എന്നാൽ സ്ഥാപനത്തിന് നൽകിയ ലെറ്റർ ഓഫ് ഇൻഡറിൽ 50,000 യൂണിറ്റിനാണ് ഓർഡർ നൽകിയതെന്നും ഇതിന്റെ ആകെ മൂല്യമായ 9.35 കോടിയുടെ 29% മാത്രമേ, അതായത് 2.32 കോടി മാത്രമേ മുൻകൂർ നൽകിയിട്ടുള്ളൂ എന്നുമായിരുന്നു സർക്കാർ നൽകിയ വിശദീകരണം. ഈ വാദം CAG നിരസിക്കുകയായിരുന്നു. കമ്പനി പുതിയതായതിനാലും ഉൽപ്പന്നം പരിശോധിച്ചിട്ടില്ലാത്തതിനാലും ഉടൻ വിതരണം ചെയ്യാൻ ഓർഡറുകൾ നൽകിയത് 15,000 എണ്ണത്തിന് മാത്രമായിരുന്നെന്ന് ഓഡിറ്റ് നിരീക്ഷിച്ചതിൽ വ്യക്തമായി എന്നതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.